ജയമസിക്ക് ദൈവത്തിന് മഹത്വം. സ്നേഹവന്ദനം ക്രിസ്തുവിൽ അറിയിക്കുന്നു. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുക. സദൃശവാക്യം 10:22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല. ഇംഗ്ലീഷ്, ഹിന്ദി പരിഭാഷകളിൽ ഈ വാക്യം യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാക്കുന്നു, അവൻ അതിൽ ദുഃഖം ചേർക്കുന്നില്ല എന്നാണ്. നിങ്ങൾ ഒരു സമ്പന്നനാകാൻ പോകുകയാണെങ്കിൽ അത് ദൈവാനുഗ്രഹത്താലാണെന്ന് ഉറപ്പുവരുത്തുക. ദൈവാനുഗ്രഹമില്ലാതെ സമ്പന്നനാകുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ദരിദ്രനായിരിക്കുന്നതാണ് നിങ്ങൾക്ക് അഭികാമ്യം. നിങ്ങൾക്ക് സന്തോഷമോ സമാധാനമോ ആനന്ദമോ വില കൊടുത്ത് വാങ്ങുവാൻ പറ്റുന്നില്ല. അതുപോലെ ബന്ധങ്ങളും നിങ്ങൾക്ക് വിലമതിക്കുവാനാകുകയില്ല. കർത്താവിൻ്റെ അനുഗ്രഹം ഒരുവനെ സമ്പന്നനാക്കുന്നെങ്കിൽ അവൻ അതിൽ ദുഃഖം ചേർക്കുന്നില്ല. സമ്പന്നനാകാൻ ദൈവാനുഗ്രഹം തന്നെ വേണമെന്നില്ല. മറ്റു പല മാർഗങ്ങളിലൂടെയും സമ്പത്തുണ്ടാകാം. അങ്ങനെ ചെയ്യുമ്പോൾ നാം നമ്മുടെ ജീവിതത്തോട് ദുഃഖം ചേർക്കുകയായിരിക്കും. കഠിനാധ്വാനം അധിക സമയം ചെയ്ത് നിങ്ങൾക്ക് പണമുണ്ടാക്കാം. അത് പക്ഷേ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേദനയും ദുഃഖവും വരുത്തും. ശലോമോൻ നീതി 23:4 പറയുന്നത്, ധനവാൻ ആകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക എന്നാണ്. സഭാപ്രസംഗിൽ ശലോമോൻ പറയുന്നത്, കണ്ണിന് സമ്പത്ത് കൊണ്ട് കണ്ട് തൃപ്തി വരുന്നില്ല എന്നാണ്. ദൈവം ഒരുത്തിനെ അനുഗ്രഹിക്കുമ്പോൾ അവൻ സമ്പത്തോടുകൂടെ സംതൃപ്തിയും സന്തോഷവും സമാധാനവും കൊടുക്കുന്നു. അതവന് ഇരട്ടി മധുരമായിരിക്കും. അനധികൃതമായ സമ്പാദ്യം ഭയവും അത്യാഗ്രഹവും കുറ്റബോധവും പൂഴ്ത്തിവയ്പും അധ്വാനവും അഹംഭാവവും മായയും വേവലാതിയും ഉണ്ടാക്കും. ഇതെല്ലാം നന്മയേക്കാൾ തിന്മയായിരിക്കും. അബ്രഹാമിനെ പോലെ ദൈവത്താൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.